അജിത് വിനായക ബാന്ദ്ര സിനിമയുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുള്ളിക്കാരൻ ഒരു കാര്യങ്ങൾ പറയുകയുണ്ടായി. അത് വേറെ ഒന്നുമല്ല, എനിക്ക് ബാന്ദ്ര സിനിമയ്ക്കകത്ത് 30 കോടി രൂപ നഷ്ടം വന്നു എന്നാണ്. ആദ്യം 12 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട പടം 30 കോടിയായി, 35 കോടി രൂപയായി. പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി, റിലീസ് വരെയുള്ള എല്ലാ ചെലവുകളും, അതായത് 30 കോടി രൂപ നഷ്ടം വന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരൻ പറയുന്നതിന് മുന്നേ തന്നെ പുള്ളി ഈ ബാന്ദ്ര സിനിമയുടെ റിലീസിന് മുന്നോടിയായിട്ട് ഒരു റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു. അപ്പൊ ആ പ്രോഗ്രാമിനകത്ത് അജിത് വിനായക പറയുകയുണ്ടായി, ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ ബഡ്ജറ്റിലാണ് ഈ സിനിമ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു നമുക്ക് ചെറിയ ബഡ്ജറ്റ് വേണ്ട, വലിയ ബഡ്ജറ്റിൽ പടം എടുക്കാമെന്ന് പുള്ളിക്കാരൻ തന്നെയാണ് അങ്ങോട്ട് പറഞ്ഞതാണ് അന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പൊ വന്നിട്ട് 30 കോടി രൂപ നഷ്ടം വന്നു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് യോജിപ്പില്ല, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ല. 12 കോടി രൂപ ബഡ്ജറ്റ് ഇട്ട പടം എങ്ങനെ 30 കോടി ആയെന്ന് എനിക്കൊരു മനസ്സിലാവുന്നില്ല. ഇതിനിടയ്ക്ക് പല ആൾക്കാരെയും പകുതിക്ക് വെച്ച് നിർത്തി പറഞ്ഞു വിടുകയുണ്ടായി. അവരുടെയൊക്കെ ഗ്രാഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ശേഷം അതിനകത്ത് പ്രവർത്തിച്ച പല ആൾക്കാരുടെ ഗ്രാഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാതെ പറഞ്ഞു, പറയാതെ നിങ്ങൾക്കറിയാം. അപ്പൊ അമ്മാതിരി തേപ്പാണ് ആ സിനിമയ്ക്കകത്ത് നടന്നതെന്ന് അറിയാം. എങ്കിലും പുള്ളിക്കാരൻ്റെ വലിയ ബഡ്ജറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം പ്ലാൻ ചെയ്ത പോലൊക്കെ തന്നെ ബഡ്ജറ്റ് നോക്കുമ്പോൾ അത്രയും ബഡ്ജറ്റ് ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെ ഇത്രയും ബഡ്ജറ്റ് കൂടിയെന്ന് നമുക്ക്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പല പ്രമുഖ ടീമുകളുടെയും ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും എങ്ങനെയൊക്കെ എവിടെയൊക്കെ രക്ഷപ്പെട്ടെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അതിനെന്നെ അവൻ തെറി വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ എടുത്ത് നോക്കുക, അതിനകത്ത് പകുതിക്ക് വെച്ച് ആരെയൊക്കെ പറഞ്ഞു വിട്ടു, പല കാരണങ്ങളുണ്ട്, ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിന്റെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്ക് പേഴ്സണലി പറയാൻ പറ്റുന്നില്ല, കാരണം അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ പരിപാടികൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറെ ടീമുകൾ ഇതുമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ടീമുകൾ എന്നെ വന്ന് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 250 മെസ്സേജ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 200 തെറിയും തന്തയ്ക്കുള്ളിലേക്ക് ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. അപ്പൊ ഈ പറയാനുള്ള സത്യങ്ങൾ പറയുമ്പോൾ നമ്മളെ വിളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോ ഇപ്പം വന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോസിലേക്ക് പോയിട്ടുണ്ടെന്നും ഭയങ്കരമായിട്ട് ഒരു സിനിമയ്ക്കകത്ത് തന്നെ 30 കോടി നഷ്ടം എന്ന് പറയുന്നത്, അദ്ദേഹം കുറേ സിനിമകൾ എടുത്ത വ്യക്തിയാണ്. അപ്പം വീണ്ടും 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 പുള്ളിക്കാരൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. ഒരു പടത്തിനകത്തൊരു ബഡ്ജറ്റ് ഇട്ട് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഇതുപോലെ നടത്തിയിട്ടാണ് ഇത്രയൊക്കെ എത്തിയത്. അപ്പം പുതിയ പുതിയ പ്രൊഡ്യൂസർ വരുന്നുണ്ട്, പുതിയ പുതിയ അവർക്ക് ആ ഡയറക്ടർക്ക് പുതിയ പുതിയ പടങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ദിലീപ് എന്ന വ്യക്തി നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ദിലീപ് ഓൾറെഡി ചെറിയ ബഡ്ജറ്റ് ചെയ്യാൻ വേണ്ടി ദിലീപ് പറഞ്ഞപ്പോൾ വേണ്ട വലിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് പ്രൊഡ്യൂസർ തന്നെയാണ്. പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ നിന്ന് സമ്പാദിച്ച ടീമുകൾ ഒരുപാടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അവർക്ക് പുതിയ പടങ്ങൾ കിട്ടുന്നുണ്ട്, മോഹന വാഗ്ദാനം ചെയ്ത പടം കിട്ടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞത് കഥയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു 12 കോടി എന്നൊക്കെ പറഞ്ഞാൽ പടം നിർത്താനുള്ള പരിപാടി നോക്കുക. പിന്നെ 17 ആയി. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെ 17 ആക്കി. അപ്പൊ ചോദിച്ചാൽ പിന്നെ പറഞ്ഞു 21 തീർക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 25, 24 തീർക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ചേട്ടാ കുറെ ആൾക്കാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, OTT മറ്റ് ബിസിനസ്സുകാരൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും നഷ്ടം വരത്തില്ല വലിയ രീതിയിലൊക്കെ. അപ്പൊ പുള്ളിക്കാരൻ അങ്ങനെ 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 പോയെന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആയിക്കട്ടെ, എങ്കിലും പടം ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് പറഞ്ഞ ബാധകം നമുക്ക് ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ കുറെ പാഠങ്ങളാണ്, ഓരോരുത്തർ അനുഭവം. അപ്പൊ എനിക്കറിയാവുന്ന കുറെ ആൾക്കാർ ഏത് രീതിയിലൊക്കെയാണെന്നും അത്ര അടിയിൽ പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒരിക്കലും, ഞാൻ ഈ സിനിമ എനിക്കകത്ത് എനിക്കൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോട്ടറി എടുത്ത പോലൊക്കെ സംഭവങ്ങളാണ്. എങ്കിലും മാക്സിമം ഒരു ബഡ്ജറ്റിന്റെ മുകളിൽ കയറുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഉള്ളത് മൊത്തം പോവും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ഇതിനകത്ത് രക്ഷപ്പെട്ടവരൊക്കെ ഒരു പടം കൊണ്ട് ലോട്ടറി അടിച്ച് രക്ഷപ്പെട്ടവരൊക്കെ രക്ഷപ്പെട്ട്, ഇല്ലാത്തവരൊക്കെ ഇല്ല. അപ്പൊ ഇത് പുള്ളിക്കാരെ പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ബാന്ദ്ര സിനിമ ഇപ്പോഴും OTT പോയിട്ടില്ല, ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ബാന്ദ്ര സിനിമ റിലീസിന് മുന്നേ തന്നെ ഓൾറെഡി കച്ചവടം പറഞ്ഞപ്പോൾ കൊടുത്തില്ല, അതിനെക്കാട്ടി കൂടുതൽ കിട്ടും, വലിയ ബഡ്ജറ്റ് ആയതിന്റെ പേര് അതിനെക്കാട്ടി കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ഇത് പണി കിട്ടിയത് എന്ന് ആണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ആർക്കും നഷ്ടം വരാതിരിക്കട്ടെ, ഈ ഇൻഡസ്ട്രി നിലനിൽക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2026 ഇപ്പൊ ഏകദേശം ഒരു 10-20 പ്രൊഡ്യൂസർമാർ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെയൊക്കെ അവസ്ഥകൾ 20-30 പ്രൊഡ്യൂസർ പുതിയത് വന്നിട്ടുണ്ടെന്നാണ് കണക്ക് വന്നേക്കുന്നത്. ഇനിയിപ്പോ എത്രയൊക്കെ ഇനി വരാൻ കിടക്കുമല്ലോ, ഇനി 6-7 മാസം കൊണ്ട് അതിനുള്ളിൽ എങ്ങനെയൊക്കെയാലും 10-200 പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കായിട്ട് 100-150 പ്രൊഡ്യൂസർ വരും. അതോടുകൂടി പടം നിൽക്കരുത്, നല്ല പടങ്ങൾക്ക് നോക്കി ചെയ്യാൻ മാക്സിമം നോക്കുക.